മാങ്ങ കാക്കായ വിരാടിട്ട് കഴിഞ്ഞിട്ട് എത്ര പോലെ മാങ്ങ കഴിക്കും. കുഞ്ഞാപ്പോ ആ ബാബ എന്താടാ എവിടുന്ന് വരുന്നേ? ഞാൻ പണ്ട് വെള്ളിയാഴ്ച അല്ലടാ ചക്ക പള്ളി പോയി വരികയാണ്. 3 മണിക്കോ? 3 മണിക്കല്ലടാ പള്ളി പോയിട്ട് വരുമ്പോ ഞാനേ കൊറേ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ നബീസാത്താടൊന്ന് പോയിട്ട് കൊറേ വർത്താനം പറഞ്ഞു കൊറേ അയക്കണേ. പണിക്കൊന്നും ഞാൻ പണ്ട് പോക്കില്ലല്ലോ. അപ്പൊ ഞാൻ കൊറേ വർത്താനം പറഞ്ഞിരുന്നു. ചോറ് തിന്നണ സമയായിരുന്നു. അപ്പൊ അവള് ചോറും വെച്ച് ഞാൻ പള്ളം നിറയും ചെയ്ത് മേടിച്ചിങ്ങനെ. പിന്നെ ഓരിങ്ങനെ നിർബന്ധിച്ചപ്പോ നമ്മള് തിന്നാതിരിക്കണ ഓർക്കൊരു മോശത്തരല്ലേ, ഓർക്കൊരു പാവല്ലേ. ഞാൻ ചോറ് നിർബന്ധിക്കാൻ നിക്കാവൂലേ? അല്ലല്ല ചോദിച്ചപ്പോ പിന്നെ തിന്നുള്ളൂ. അപ്പൊ പിന്നെ ഇജെപ്പളാന്ന് ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. അല്ല 2 ദിവസം മുന്നേ എന്റെ മൂത്തമ്മ എന്തായി? മൂത്തമ്മ രാവിലെ വന്നത് ഇജ്ജ് കണ്ടാ? കണ്ടിരുന്നു. മൂത്തമ്മ വന്നത് വേഗം പോവുകയും ചെയ്തു. എന്താ മൂത്തമ്മ മോനെ എന്നോട് കേൾക്കാന് അമ്മായി ഇല്ലേ, മാമന്റെ ഭാര്യ അമ്മായി എന്താണ് അമ്മായി എന്നെ മൂത്തമ്മ കണ്ടത്രേ. മൂത്തമ്മക്ക് ചെന്നിത്ര അമ്മായി അമ്മായി പറഞ്ഞാണ് ഇടക്കിടക്ക് കല്യാണം കഴിച്ച സമയത്ത് എന്റെ അമ്മി ഭയങ്കര സാധനങ്ങളാണ് ഇത്രേ. അമ്മായി നട്ടിങ്ങനെ കുത്തുവത്രേ എന്തേന്ന് 2 സാധനങ്ങളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്. ഞങ്ങളുടെ അങ്ങനെ മുണ്ടിന്നില്ലട്ടാ, മുത്തുമാനിട്ട് മുണ്ടിന്നില്ല. ഇപ്പൊ മുത്തുമ്മ മണക്കാരത്തിയായി, അമ്മായി മണക്കാരത്തിയായി. ഇപ്പൊ അവർക്ക് കുത്തിയത് ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ എന്നോട് പറയാനേ എന്റെ അമ്മ എപ്പോഴും പറയല്ലോ പഞ്ചാരില്ല, ചായപ്പെട്ടില്ല, നയിച്ചു കൊണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞല്ലേ. അത് കേൾക്കുമ്പോ പൊളിച്ചീപ്പല്ലേ അതിങ്ങനെ കേൾക്കുമ്പോ അമ്മായി പറയാ ഒക്കെ ശരിയായിക്കോളും, ഉമ്മാനോട് പറയും ഒക്കെ ശരിയായിക്കോളും, താത്താങ്ങള് പേടിക്കണ്ടെന്ന് പറയട്ടാ എപ്പോഴും. എന്നിട്ട് ഒരു ദിവസം ഇപ്പൊ ചെന്നീത്തറ മൂത്തമാർക്ക് അമ്മായി എന്നിട്ട് പറയാത്ര വിവാഹത്ത് താത്ത എപ്പോഴും പറയും മീൻ മേടിക്കാൻ കായില്ല, അരി മേടിക്കാൻ കായില്ല, എന്നിട്ട് ഇടക്കിടക്ക് ഇറച്ചി മീനെ മേടിക്കോളൂ. നമ്മളെ മുന്നില് പറയും ഒന്നുമില്ല. തള്ളി മോന് 1.5 ഇറച്ചി മീൻ തിന്നു, അതിനൊന്നും കായില്ല. കായ് എവിടുന്നാണ്? ഈ പാരപാട്ട് ഇങ്ങനെ പറയാനാണ് ഇങ്ങനെ പറഞ്ഞു. അത് പറയാനാണ് ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരദോഷം അല്ലടാ, ഇല്ലാന്ന് പറയില്ല, അതിനൊന്നും പറയല്ലോ ഇല്ലായ്മ പാട്ട്. എന്നിട്ട് തള്ളി മോനും കൂടി എന്നും നെയ്ച്ചോറ് ഇടക്കിടക്ക് നെയ്ച്ചോറും ഇറച്ചിയൊക്കെ മേടിച്ചു അമ്മായി മൂത്തമാര് പറഞ്ഞിരിക്കണ്. എനിക്കറിയാൻ എന്റെ വാവാങ്ങൾ എവിടുന്നാണ് ഇറച്ചി മീനൊക്കെ വാങ്ങുന്നത്. എപ്പോഴെങ്കിലും ഒന്നുണ്ടെങ്കിപ്പോ 100 രൂപയൊക്കെ ആ നെൽപ്പാറമ്പിൽ പോയിട്ട് ഉമ്മ ഇറച്ചി മേടിച്ചോളൂ, കോഴി ഇറച്ചി. അത് ഞാൻ പോയി വാങ്ങൂല, അങ്ങോട്ടൊക്കെ പോവാൻ. അമ്മ പോയി മേടിക്കും, പേടിയാടാ അങ്ങോട്ടൊക്കെ പോവാനേ. അവിടൊക്കെ കൊറേ ആൾക്കാര് കിട്ടിനെ കിട്ടണമെങ്കിൽ പിടിച്ചോണ്ടിരിക്കില്ലേ, ഞാനൊന്നും പോവില്ല. കുഞ്ഞാപ്പിന്റെ കിട്ടിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമേ. അങ്ങനത്തെ കേക്ക് അത് എന്താണ് മൂത്തുമാട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താണ് മൂത്തുമ്മ അത് പറഞ്ഞു കേൾക്കാൻ എല്ലാരും അങ്ങോട്ട് വന്ന് പറഞ്ഞു. ഇജിങ്ങനെ തിന്ന എത്ര പറഞ്ഞിരിക്കണ്. മൂത്തുമ്മ അതിനു വേണ്ടി വന്നല്ലേ എത്ര. അന്നെ കുഞ്ഞാപ്പനും കണ്ടിട്ട് കൊറേ പറയും ചെയ്യാം. അപ്പൊ ഉമ്മ അറിയാ എന്തിനാ നമ്മള് നോണാറിന് നമ്മള് നയിച്ചു തിന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ആർക്കും കൊടുക്കണ്ടല്ലോ. അല്ലെങ്കിൽ അപ്പൊ ഉമ്മ അറിയാ മുത്തുമാനോട് എന്താണ് ചപ്പാത്തിയില് ഞാനും കൂടി ഓളെ കൊറട്ട് കുത്തിയില്ലേ, അത് ആൾക്കാരെ നമുക്ക് ഇത്ര ദേഷ്യം, എന്നെക്കാട് കുത്തിയത് ഞാനല്ലേ. അതുകൊണ്ട് ദേഷ്യാവും അമ്മായിക്കില്ലേ, ആവൂലേ? ഒന്നും പറയില്ലടാ. മൂത്തുമാന്റെ മക്കളൊക്കെ ഗൾഫിനും ഒക്കെ പോയില്ലേ, അപ്പൊ പിന്നെ മൂത്തുമാന്റെ വലിയ ഇതാണ്. ഒരേ മാറ്റന്നല്ലേ. കുഞ്ഞാപ്പ എനക്കും ഗൾഫ് പോയിട്ടൊന്ന് തന്നെയാണ് ഞാൻ അമ്മാട് പറഞ്ഞത് പോവാന്നുള്ളത്. എന്നിട്ട് ഓലമായി ആവണമെന്നുണ്ടെങ്കിൽ ഗൾഫ് പോയിക്കോ, ഇവിടുന്ന് ആവൂലല്ലോ, അവിടെ പോയിട്ട് പണിയൊക്കെ എടുത്തിട്ടേ.
ഇമ്മ മാമനോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗൾഫിൽ പോകാനും ചോദിച്ചിട്ടില്ല. ഇമ്മ പറഞ്ഞിട്ടുണ്ട് അജ്ജി ഇവിടെ ഇങ്ങനെ നടക്കണ്ട, അജ്ജി ഗൾഫിയിലൊക്കെ പോയാൽ അജ്ജിയിലൊക്കെ കായായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പേരൊക്കെ ഉണ്ടാക്കാം. അപ്പൊ പിന്നെ എന്റെ അടുത്ത് എല്ലാരും വരും. വന്നിട്ട് ഇങ്ങനെ വലിയ പേരുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാത്ത പ്രശ്നമല്ലേ ഉള്ളൂ ആൾക്കാര്. അങ്ങനൊന്നുമില്ല, വെറുതെ വന്നിട്ട് കാര്യമൊന്നുമില്ല. നാരങ്ങി വലിയ മിഠായി കൊടുക്കണ്ട, അപ്പൊ ഉണ്ടായിരിക്കുമല്ലേ വരുന്നവര് വന്നാ മതി. പോട്ടടാ, ഉമ്മ അവിടെ ഇല്ലല്ലേ? അവിടെ ആരും കാണാച്ചല്ലോ. ഉമ്മ അവിടെ ഇല്ലടാ, എവിടെ പോയിക്കാ? ഉമ്മ എവിടേക്കും പണിക്ക് പോയിണ്ടാവും. വരെ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? ആണോ? ഞാൻ അയിക്കൂടെ ചാടി വന്നാണ്. അപ്പൊ എന്നെ കൊറേ വിളിച്ച് ഞാനില്ല പള്ളിക്കൊക്കെ പോയാൽ ഞാൻ എങ്ങനെ ഇവിടെ ഉണ്ടാവുക? പള്ളിക്കൊക്കെ പോകണവര് എനിക്കറിയില്ലല്ലോ. ഇജാണെങ്കില് ഇവിടെ ഉണ്ടാവിച്ചിട്ട് ഞാൻ വന്നത്. ഇമ്മയാണെങ്കിൽ ഇമ്മയില്ല. ഇനി എന്താ പരിപാടി കുഞ്ഞാപ്പോ? ഇല്ലടാ, ഇമ്മ ഇവിടെ ചോറ് എടുത്തുണ്ടാവും. ഞാനിപ്പോ അവിടെ തിന്നത് മറിഞ്ഞില്ലല്ലോ. അപ്പൊ ഇനി ഉമ്മാക്ക് വിഷമാവടാ, എങ്ങനെ ഞാൻ ചോറ് തിന്നില്ലെങ്കിലേ. അപ്പൊ ഞാൻ പോയോടുന്ന് ഇപ്പൊ എന്ത് തിന്ന്? ഓരോന്ന് ചോറിന്ന് ഒരു ഞാൻ നിർബന്ധിച്ചപ്പോ ചോറിന്ന്, അല്ലാതെ ഞാൻ തിന്നൊന്നുമില്ല. ഇനി ഇറച്ചി ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ കുഞ്ഞാപ്പോ, പെര എടുത്ത ചോദ്യം.